20 വയസ്സുള്ള ആ ഗർഭിണിയായ പെൺകുട്ടിയെ കഴുത്തറത്താണ് ഈ സ്ഥലത്ത് വെച്ചാണ് അത് കൊല്ലുന്നത്. സാധാരണയായിട്ട് നമ്മൾ ഈ വഴി പോകുമ്പോൾ നമ്മുടെ വണ്ടി പഞ്ചർ ആവും, ബ്രേക്ക് ഡൗൺ ആവും, അങ്ങനത്തെ വണ്ടിക്കുള്ള സകല ഇഷ്യൂസും ഈ ഒരു വളവ് വരുമ്പോൾ ഉണ്ടാവും. അതിനുള്ള കാരണം എന്താണെന്നറിയോ? ഇതാണ് നമ്മുടെ സുമതി വളവ്. പിന്നെ ചേട്ടാ, ഒരു 70-75 വർഷം മുമ്പ് നടന്നൊരു കഥയല്ലേ ഇത്? കഥ തന്നെയാണോ അത്? ചരിത്രമാണല്ലേ? നടന്ന സംഭവമാണ്. രാത്രി ഇതിലെ കൂടെ ആൾക്കാർക്ക് നടക്കാൻ ഇപ്പോഴും ഭയമാണ്. ഇത് കണക്ക് ബിനീഷ സെറ്റ് സാരി കൊടുത്തുനിന്ന് നടന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും, ഈ നാട്ടിലുള്ള എല്ലാവർക്കും ഒരു ഭയമാണ്. ആദ്യം ഒന്നും നോക്കൂല്ലേ? നമ്മളും ആദ്യം ഇവിടെ വരുമ്പോ നമുക്ക് ഒരു ഉത്ഭയം ഉണ്ടല്ലോ, എത്ര ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞാലും ഈ സുമതി വളവിൽ എത്തിയപ്പോൾ നമ്മളും ചെറുതായിട്ടൊന്ന് ഭയന്നു എന്നല്ല, നമുക്ക് വേറൊരു അനുഭവമാണല്ലേ? കാരണം ഒരു സംഭവം നടന്ന സ്ഥലമല്ലേ യഥാർത്ഥമായിട്ട്, കാരണം അതിന് എവിഡൻസ് ഉള്ള സ്ഥലമല്ലേ. അതെ അതെ അതെ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾ ന്യൂ എഡിഷൻ്റെ അമൽ ബാബു കേട്ടോ. ഇതാണ് വിനു ശ്രീധർ, എല്ലാവർക്കും അറിയുന്ന ഒരാളല്ലേ. നമ്മുടെ ചാനൽ പേരെന്ത് വരുന്നത്? നേച്ചർ സിഗ്നേച്ചർ. എല്ലാവർക്കും അറിയുന്നതാണ്. എന്നാൽ ഈ ചേട്ടനോട് എന്നോട് ഇവിടെ വന്നിരിക്കുവാണ്. ഇവിടെ വന്നപ്പോഴാണ് എൻ്റെ ഫീലിങ്സ്. കാരണം സുമതി വളവ് നമ്മൾ സിനിമയിൽ കണ്ട സുമതി വളവ് അല്ല കേട്ടോ, ഇത് സാക്ഷാൽ സുമതി വളവ്. കഥയും അത് യാതൊരു ബന്ധവുമില്ലല്ലേ? ആ സിനിമയായിട്ടുള്ള ബന്ധമൊന്നുമില്ല, ടൈറ്റിൽ മാത്രമേ അവർ ഉപയോഗിച്ചിട്ടുള്ളൂ അല്ലേ? അന്നേരം ഈ ഒരു കഥയാണ് ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടമായി ലൈക്കിനും ഷെയറിനും ഫോളോ ഒന്നും മറക്കുകയും ചെയ്യരുത്. ഒന്ന് നമുക്ക് യാത്ര തുടങ്ങിയാലോ? പിന്നെ യാത്രയിൽ തന്നെ നമുക്ക് കഥ എല്ലാം പറഞ്ഞു കേൾക്കാം. എല്ലാവരും കേട്ടിട്ടുള്ളതാണ്, പക്ഷെ പലരും പല രീതിയിലൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം സുമതി വളവ് എന്നുള്ള സിനിമ കാണാൻ പോയപ്പോഴും നമ്മൾ ഒത്തിരി പ്രതീക്ഷയോടെയാണ് പോയത്. പക്ഷേ ഈ കഥയുമായിട്ട് ബന്ധമില്ല. അപ്പൊ നമുക്ക് യഥാർത്ഥ സുമതി വളവ് എന്താണെന്നും ആ ഒരു കഥ എന്താണെന്നും നമുക്ക് യാത്ര ചെയ്യുന്ന വഴി, ഞങ്ങൾ തിരുവനന്തപുരത്ത് വിട്ട് പോവുകയാണ്. അപ്പം നമ്മൾ ഈ സുമതി വളവ് വഴിയാണ് കയറി വന്നത്. അപ്പൊ ആ കഥ കേട്ട് നമുക്ക് പോകും. പ്രണയവും പ്രണയഭംഗങ്ങളും കൊലപാതകങ്ങളും ചതിയും ഒക്കെ നമ്മൾ ഇന്നും കേൾക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ ഈ സുമതി വളവിൽ സുമതിയുടെ ദാരുണമായ ആ കഥയിലേക്കൊന്ന് പോകാം. പണക്കാരനായ ഒരാൾ സാധാരണ ഒരു പെൺകുട്ടി വിവാഹം കഴിക്കുക അല്ലെ, സ്നേഹിക്കുകയാണ് ചെയ്യുന്നില്ലേ? അങ്ങനെ അതിലൊരു കുട്ടി ഉണ്ടാവുന്നില്ല, പ്രഗ്നന്റ് ആവുമല്ലേ? അവര് പ്രഗ്നന്റ് ആവുന്നു. ഇത് അവരുടെ രത്നാകരന്റെ വീട്ടുകാർ അറിയുന്നു. അപ്പം അവര് പറഞ്ഞു, ഇത് ഒഴിവാക്കിയില്ലെങ്കിൽ തന്നെ ഇവിടുന്ന് നിന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും. രത്നാകരനോട് അവര് പറഞ്ഞു പുറത്താകും. അപ്പോൾ രത്നാകരൻ ഈ സ്വത്തുക്കളും ഒക്കെ കളഞ്ഞിട്ട് ഈ ഒരു പ്രണയത്തിൻ്റെ പുറകെ പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പം ഗർഭിണിയായ ഈ പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ ചിന്തിച്ചു. ആദ്യമൊക്കെ ഇവളോട് പറഞ്ഞു നോക്കി, ഈ ഗർഭമൊക്കെ നമുക്കൊന്ന് ഒഴിവാക്കാം, പക്ഷേ അവൾ വഴങ്ങിയില്ല. അങ്ങനെ ഇവിടെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ ഉത്സവത്തിനായിട്ട് ഇവളെ കൂട്ടിക്കൊണ്ടുവരികയാണ്. അപ്പോൾ അവളോട് പറഞ്ഞു, ഇവിടെ വന്നാൽ മതി, നമുക്ക് ആ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് പോകാമെന്ന് പറഞ്ഞു. കാറുമായിട്ടാണ് രത്നാകരൻ വരുന്നത്. കൂട്ടിന് രത്നാകരൻ്റെ സുഹൃത്തായിട്ടുള്ള രവീന്ദ്രനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ വന്നിട്ട് കാറ്, ഇവിടെ ഒരു ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് ഉണ്ട്. ഈ നമ്മൾ ഈ ഇപ്പോൾ സുമതി വളവ് എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്ത് അതിൻ്റെ കുറച്ച് മുമ്പ് ഒരു റേഞ്ച് ഓഫീസ് ഉണ്ടായിരുന്നു. അതിന് മുമ്പിൽ അതിൻ്റെ കുറച്ച് പുറകോട്ട് മാറി കാറ് നിർത്തിയതിന് ശേഷം ഇവർ ആ ഒരു ഇടവഴിയിലൂടെ, അപ്പോൾ സുമതിയോട് പറഞ്ഞു, നമുക്ക് ഈ ഇടവഴിയിലൂടെ കയറി ക്ഷേത്രത്തിലെത്താം, പ്രധാന വഴിയിലൂടെ പോകണ്ട, കാരണം ആൾക്കാർ കാണും. സുമതി അത് സമ്മതിച്ചു. ഈ ഇടവഴിക്കുള്ളിലേക്ക്, അല്ലെങ്കിൽ അന്നൊക്കെ നല്ല കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ്, ഇതിനുള്ളിലേക്ക് കയറിയതും ഈ സുമതിയുടെ കഴുത്തറത്തിട്ടാണ് ഇവർ രണ്ടുപേരും കൂടെ കൊല ചെയ്യുന്നത്. ആ സ്ഥലമാണ് നമ്മളിപ്പോൾ പറഞ്ഞ നേരത്തെ കണ്ട സുമതി വളവ്. അതെ, നമ്മൾ ആ സുമതി വളവ്. പിന്നീട് ആത്മാവോ അല്ലെങ്കിൽ സുമതി വളവിൻ്റെ പ്രധാന അങ്ങനെ ഒരു പേര് വരാൻ തന്നെ കാരണം, സുമതി ഈ വളവ് നമുക്ക് കയറി വരുമ്പോൾ അറിയാലോ, ഭയങ്കര ഒരുപാട് വളവുകളുണ്ട് അവിടെ. ആ കയറ്റം കയറി വരുന്ന സ്ഥലത്ത് വരുമ്പോൾ വണ്ടി ചിലപ്പം നിന്നു പോവും, സ്റ്റോപ്പായി പോവും. ചിലപ്പോൾ ആ ഒരു കയറ്റം കയറി വരുമ്പോൾ ഗിയറിൻ്റെ ഒക്കെ ഒരു പ്രശ്നം കൊണ്ടൊക്കെ ആയിരിക്കും. പിന്നെ പലരും അങ്ങനെ ഒരു സ്ത്രീ രൂപം അവിടെ കാണാറുണ്ടായിരുന്നു ആ കാലഘട്ടത്തിലൊക്കെ. അപ്പോൾ ഇതൊരു വലിയ വാർത്തയായിട്ട് വാമൊഴി കഥ പോലെ അങ്ങ് പടർന്നു. കാരണം സുമതി വളവിൽ സുമതിയുടെ പ്രേതമുണ്ടെന്നും, പിന്നെ ആ ബോഡി കണ്ടെത്തുന്നത് തന്നെ പിറ്റേന്ന് വിറക് പിറക്കാൻ വരുന്ന സ്ത്രീകളാണ് ഈ ബോഡി കാണുന്നത്, അവർ മരിച്ചു കിടക്കുന്നത്. അങ്ങനെ കേസന്വേഷണം വരുന്നു. കേസന്വേഷണം വന്നിട്ട് ഇവർ രണ്ടുപേരും അറസ്റ്റിലായി, ഇവർ ജയിലിലാകുകയും ചെയ്തു. അപ്പം സുമതി വളവിൽ ഈ പ്രേതകഥ പ്രചരിക്കുകയും ആ കാലം മുതൽ ഈ കാലം വരെ അത് നിലനിൽക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെ അധികം ആരും വിശ്വസിക്കുന്നില്ല. ഇഷ്ടംപോലെ വണ്ടികളൊക്കെ കടന്നു പോകുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും നമുക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ, നമ്മൾ തന്നെ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നത് നമുക്ക് സന്തോഷം. ആ ഒരു കഥ നടന്ന ഒരു സ്ഥലമാണല്ലോ. അതുകൂടാതെ നമ്മൾ സിനിമയിൽ കണ്ട കഥയല്ല, സിനിമയിൽ കണ്ട സ്ഥലം ഷൂട്ട് ചെയ്ത് വരെ അത് എറണാകുളത്തെ കണ്ടായിരുന്നു. അതെ, ഇതിപ്പോൾ നിൽക്കുന്ന നമ്മളെ ട്രിവാൻഡ്രം ജില്ല ഭാഗത്തായിട്ട് വരുന്നത്. ഇത് പാലോടിനടുത്താണ്. പാലോട് തിരുവനന്തപുരത്ത് നിന്ന് ഏതാണ്ട് ഒരു 32 കിലോമീറ്ററിന് ഡിസ്റ്റൻസിലാണ് ഇത് വരുന്നത്. ഓക്കെ. അതുകൂടാതെ ഈ പറഞ്ഞ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ ഉണ്ടല്ലേ? അതെ, അത് കറക്റ്റ് പറഞ്ഞാൽ പാങ്ങോട് മതിര ഒരു ദേവീക്ഷേത്രമുണ്ട്. അവിടുത്തെ ഉത്സവത്തിന് വേണ്ടിയിട്ടാണ് ഇവരെ കൂട്ടിക്കൊണ്ടുവരുന്നത്.